ഇനി നമുക്ക് ജർമ്മനിക്ക് ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ ഒരു ജോബ് വിസയോ ഒന്നും നിർബന്ധം പറയാതെ നമുക്ക് പോകാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്ന് പറയുന്നത്. പ്രകൃതിപരമായിട്ടൊക്കെ വളരെ മനോഹരമായ ഒരു രാജ്യം. ഈ ഒരു രാജ്യത്തിലേക്ക് ഇപ്പോൾ പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യാനും അവിടെ ജീവിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരാണ് പോകുന്നത്. യൂറോപ്പിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വിദ്യാഭ്യാസത്തിനായിട്ടും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിച്ചിട്ടും ജർമ്മനിയിലേക്ക് വരുന്നുണ്ട്. അവിടെ പോയിട്ട് വർക്ക് ചെയ്യണ ഒരു വർക്കറുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് വളരെ ഉയർന്ന രീതിയിലുള്ള സാലറിയാണ് അവിടെ കിട്ടുന്നത്. സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ വ്യവസായപരമായിട്ടൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലും തൊഴിലാളികളുടെ കാര്യത്തിൽ ദൗർലഭ്യമാണ് നേരിടുന്നത്. ആവശ്യത്തിന് വർക്കേഴ്സിനെ കിട്ടാത്തത് ജർമ്മനി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും ഒരുപാട് ജോലി സാധ്യതകൾ അവിടെ ഉണ്ട്. അതും മികച്ച ശമ്പളത്തോട് കൂടിയിട്ട് ജർമ്മനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമില്ല. IELTS, TOEFL അതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമില്ല. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് wayfarerinsights. ഇങ്ങനെ ഒരു ജോബ് ഓഫറോ ഒന്നുമില്ലാതെ ആ രാജ്യത്തേക്ക് എത്തിപ്പെടാനും അതിനുശേഷം അവിടെ ഒരു ജോബ് കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്ന ഒരു വിസയാണ് ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. മികച്ച തൊഴിലവസരങ്ങൾ സ്വന്തമാക്കുവാൻ മറ്റു രാജ്യങ്ങളിലുള്ള വിദഗ്ധരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്കായിട്ട് ജർമ്മനി ജോബ് സീക്കർ വിസ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾക്ക് ജർമ്മനിക്ക് പോകാനും അതുപോലെ തന്നെ അവിടെ ഒരു ജോലി കണ്ടെത്താനും ഈ ഒരു വിസ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതനുസരിച്ച് വ്യക്തികൾക്ക് 6 മാസത്തോളം കാലം ജർമ്മനിയിൽ താമസിച്ചിട്ട് ജോലി തിരയാനൊക്കെ പറ്റും. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായി, അതായത് ജോബ് ഇൻഫർമേഷൻസിനൊക്കെ ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഇൻഫർമേഷൻസിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഇനി എന്തുകൊണ്ടാണ് ജർമ്മനി ജോബ് സീക്കർ വിസ നോക്കി നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താ നോക്കി നോക്കാം. ഇതിൻ്റെ ഒരു കാലയളവ്, അതായത് നമുക്ക് ഈ ഒരു വിസ വഴി പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months ആണ്. ഈ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ഒരു ജോബ് കണ്ടെത്താൻ പറ്റും. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ജോലി കണ്ടെത്തുന്നവർക്ക് ജർമ്മനിയുടെ വർക്ക് വിസയിലേക്കോ അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിലേക്കോ മാറാൻ പറ്റും. അങ്ങനെ ഇതുവഴി നിങ്ങൾക്ക് രാജ്യത്ത് തുടരാൻ പറ്റും. ഇങ്ങനെ ഇമിഗ്രേഷൻസിനൊക്കെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള രാജ്യങ്ങളിലൊന്നാണ് ജർമ്മനി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താ നോക്കി നോക്കാം. ജർമ്മൻ ജോബ് സീക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ജർമ്മനിയിലത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും നല്ല അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റി ആവണമെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് ജോലിക്കാണോ അവിടെ പോണത് ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഏകദേശം 5 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ഒരു വിസ വഴി അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കിട്ടണവരെ അവിടെ ചിലവാക്കാനുള്ള പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള ബാലൻസ് കാണിക്കണ എന്തെങ്കിലും പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടി വരും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കിട്ടിയിട്ട് ഒരു വർക്ക് പെർമിറ്റ് ലഭിക്കുന്ന സമയം വരെ ആ ജർമ്മനിയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ക്യാഷ്, യാത്ര, അവിടെ ട്രാവലിനുള്ള എക്സ്പെൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ജർമ്മൻ ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പോലും അവിടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനുള്ള ആ ഒരു പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ ഈ ഒരു അപേക്ഷകൻ 50 വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം. 50 വയസ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇനി ഒരു ജർമ്മനി ജോബ് സീക്കർ വിസയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കി നോക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് അനുസരിച്ചിട്ടുള്ള ജോലി തേടിയിട്ട് ജർമ്മനിയിൽ പോകുവാൻ നിങ്ങളെ ജർമ്മൻ ജോബ് സീക്കർ വിസ സഹായിക്കുന്നു. ഒരു ജോലി ഓഫർ ഇല്ലാതെ ഈ ഒരു വിസയിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാനും അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ വന്നിട്ട് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ ദീർഘകാലം ജോലി ചെയ്യാനും അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റിന് അപേക്ഷിക്കാനും പറ്റും. കൂടാതെ റെസിഡൻസ് പെർമിറ്റിൽ 5 വർഷം പൂർത്തിയാക്കിയ ശേഷം ജർമ്മനിയിലെ സ്ഥിരതാമസത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് അർഹത ഉണ്ട്.
അതുപോലെ തന്നെ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമുക്ക് നമ്മളുടെ ഫാമിലീനെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. ഒരു ജോബ് സീക്കർ വിസയിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ജോബ് സീക്കർ വിസ വഴി പോയിട്ട് പിന്നെ അവിടെ ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെയും ഒപ്പം കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിക്വയർ ആയിട്ടുള്ളത് നോക്കി നോക്കാം. ഒരു പാസ്പോർട്ട് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡാറ്റാ പേജിൻ്റെ പകർപ്പ്, ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വേണ്ടി വരും. പിന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ച ജോബ് സീക്കർ വിസ ആപ്ലിക്കേഷൻ ഫോം വേണം. നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കയ്യിൽ കരുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയൊരു CV, ഇപ്പോൾ ഒരു EU കൺട്രീസിക്കൊക്കെ അപേക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്പ CV ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെറ്റർ. ആ ഒരു CV ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു വിസയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു വർക്കിന് അപേക്ഷിക്കുകയാണെങ്കിലും നിങ്ങളെ പരിഗണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ, ഈ ഒരു CVൻ്റെയും ഈ ഒരു കവർ ലെറ്ററിൻ്റെയൊക്കെ കോപ്പീസും കയ്യിൽ കരുതണം. ജർമ്മനിയിൽ നിൽക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഉണ്ടെന്ന് തെളിയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ മറ്റ് സാമ്പത്തിക രേഖകളോ നിങ്ങൾ കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് വേണ്ടി വരും. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ വെക്കണം. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിൽ കരുതണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും, ഈ ഒരു ജർമ്മനി ജോബ് സീക്കർ വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു 5 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ജർമ്മനി ജോബ് സീക്കർ വിസയുടെ ഒരു ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വിസ അപ്പോയിൻമെൻറ്റ് നടത്തണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിൽ വെക്കുക. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജർമ്മൻ എംബസി ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഓൺലൈനായിട്ടായിരിക്കും മിക്കവാറും. പിന്നെ അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്കുള്ള ഒരു ഫീസ് ഉണ്ട്, അത് നമ്മൾ അടയ്ക്കണം. ഈ ഒരു വിസയുടെ ഫീസ് എന്ന് പറയുന്നത് 75 യൂറോ ആണ് ഇവർ പറയണത്. അതായത് 75 യൂറോ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 6912 രൂപയാണ് വരുന്നത്. ഈ ഒരു വിസയ്ക്ക് നമ്മൾ ഫീസായിട്ട് അത്രയും രൂപ മാത്രം മുടക്കിയാൽ മതി. അങ്ങനെ നിങ്ങൾ ഈ ഒരു വിസയ്ക്ക് അപേക്ഷിച്ച മുതൽ ഒരു 3-4 മാസം ഇതിന് പ്രോസസ്സിങ് ടൈം ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയിട്ട് 6 മാസമായിട്ടും ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ടി വരും. പക്ഷെ എന്നാലും സാധാരണ ഇവിടുന്ന് അവിടേക്ക് ഒരു വർക്ക് ഓഫറിനായിട്ട് ട്രൈ ചെയ്യണ ഒരാളെക്കാട്ടും കൂടുതൽ ഈ ഒരു ജോബ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് അവിടെ ജോബ് സീക്കർ വിസയൊക്കെ വഴിയൊക്കെ പോയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അങ്ങനെ അതാവുമ്പോൾ ഒരുപാട് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ജർമ്മനി ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ജർമ്മനിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU കൺട്രീസിക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കും കൂടി ഈ ഇൻഫർമേഷൻസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനൊക്കെ ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ആവശ്യമുള്ള ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. And it's me Shyam, this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.